സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾ മാറ്റിയത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്നു. ആദ്യ സ്പോട്ട് അഡ്മിഷൻ ഇന്ന് CET കോളേജിൽ 13-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ വെച്ചിരിക്കുന്നത് 7 കോളേജുകളിൽ ഒന്നിച്ച്. ഇത്രയും കോളേജുകളിൽ സ്പോട്ട് അഡ്മിഷൻ വെച്ചതോടെ മികച്ച കോളേജുകളിൽ പ്രവേശനം നേടാനുള്ള വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകും. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾ മാറ്റിയത് ഈ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബാധിക്കും. ഇന്നിപ്പോൾ ആദ്യത്തെ സ്പോട്ട് അഡ്മിഷൻ നടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അവന്തിക, പ്രധാനമായും സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എൻട്രൻസ് കമ്മീഷന്റെ അലോട്ട്മെന്റ് അത് കഴിയുമ്പോൾ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ എന്ന രീതിയിലാണ് ഇത്രയും നാൾ പ്രവേശനം നൽകി വന്നിരുന്നത്. അല്ലാതെ അതത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രത്യേകം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്ന ഒരു രീതി അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ആ രീതിയിലേക്ക് മാറാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള ആശങ്കകൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നടക്കം ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒഴിവുള്ള കോളേജുകളിലെ കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഏതായാലും ആദ്യ സ്പോട്ട് അഡ്മിഷൻ ഇന്ന് CET കോളേജിൽ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ആദ്യത്തെ സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കുന്നത്. 13-ാം തീയതി പക്ഷേ സ്പോട്ട് അഡ്മിഷൻ 7 കോളേജുകളിൽ വെച്ചിട്ടുണ്ട്. ഒന്നിച്ച് ഇത്രയും കോളേജുകളിൽ സ്പോട്ട് അഡ്മിഷൻ വെച്ചതോടുകൂടി തന്നെ മികച്ച കോളേജുകളിൽ പ്രവേശനം നേടാനുള്ള വിദ്യാർത്ഥികളുടെ അവസരം അത് നഷ്ടമാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കഴിഞ്ഞ വർഷം വരെ ഇത് നടത്തി വന്നിരുന്നത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചായിരുന്നു. അവിടെ എല്ലാ കോളേജുകളുടെയും സ്പോട്ട് അഡ്മിഷൻ ഒരിടത്ത് വെച്ച് തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് പ്രവേശനം നേടാനുള്ള ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങും. അത് ലഭിച്ചില്ലെങ്കിൽ മാത്രം മറ്റു കോളേജുകളിൽ പ്രവേശനം നേടുന്ന നടപടികളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അവിടെ വെച്ച് തന്നെ കടക്കുവാനും സാധിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു അവസരം, വിദ്യാർത്ഥികളുടെ ആ അവസരമാണ് ഇപ്പോൾ സർക്കാർ ഈ പുതിയ തരത്തിലുള്ള സ്പോട്ട് അഡ്മിഷനിലൂടെ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികളെല്ലാം വലിയ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.